ആരുടെയും മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മായുന്ന മുഖമല്ല ചാലക്കുടിക്കാരൻ മണിയുടെ. മണിച്ചേട്ടൻ ഈ നാട് വിട്ടെങ്ങ് പോയിട്ടില്ലെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇന്നും തോരാത്ത കണ്ണീരാണ് മലയാളികൾക്ക് കലാഭവൻ മണി. തെല്ലും തെക്കേപ്പുറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങുന്ന മണിയോർമ്മയിൽ കുറച്ചു നേരം അലിഞ്ഞു ചേരാൻ ഇന്നും ചാലക്കുടിയിലെ വീട്ടിന്റെ മുറ്റത്ത് ഒരു തീർത്ഥാടനം പോലെ നിരവധി പേർ എത്താറുണ്ട്. കലാഭവൻ മണിയുടെ പ്രതിമയിൽ നിന്ന് രക്തനിറത്തിലുള്ള ദ്രാവകം വരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ചാലക്കുടിയിലെ ചേതന നാട്ടിൽ സ്ഥാപിച്ച പ്രതിമയിൽ നിന്നാണ് ചുവന്ന നിറത്തിലുള്ള രക്തം പോലെ തോന്നിക്കുന്ന ദ്രാവകം ഇറ്റ് വീഴുന്നതായി നാട്ടുകാർ പറയുന്നത്. ഫൈബറിലാണ് മണിച്ചേട്ടന്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയകാലത്ത് ഈ പ്രതിമ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഒരുപക്ഷെ അപ്പോൾ വെള്ളം പ്രതിമയ്ക്കുള്ളിൽ കയറിയിട്ടുണ്ടാകാം. ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഫൈബറിലാണ്. സാധാരണ ഫൈബറിനുള്ളിൽ വെള്ളം കടന്നാൽ അത് പുറത്തേക്ക് പോകില്ല. പ്രളയ സമയത്ത് പ്രതിമ മുങ്ങിയപ്പോൾ ഈ കമ്പി തുരുമ്പടിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ അത് തുരുമ്പും വെള്ളവും ചേർത്ത് വരുന്നതാകാം. 2 ദിവസമായി പ്രതിമയിൽ നിന്നും ദ്രാവകം വരുന്നുണ്ട്. പ്രളയ സമയത്തും ഈ പ്രതിമ വലിയ വാർത്തയായിരുന്നു. ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകിയതോടെ മണിയുടെ വീട് ഉൾപ്പെടെ വെള്ളത്തിലായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും മണിയുടെ പ്രതിമയ്ക്ക് മാത്രം ഒരു കേടും സംഭവിച്ചിരുന്നില്ല. ചാലക്കുടിക്കാരുടെ പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ ശില്പത്തിന്റെ കയ്യിൽ നിന്ന് ചുവപ്പ് നിറത്തിലുള്ള ജലം ഇറ്റ് വീഴുന്നത് അറിഞ്ഞ് ശില്പം കാണാനായി സന്ദർശകരുടെ ഒഴുക്കാണ്. മണിയുടെ സുഹൃത്തായ DVG സുരേഷാണ് 8 അടി ഉയരത്തിൽ ഫൈബറിൽ മണിയുടെ പ്രതിമ നിർമ്മിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ് ഈ അത്ഭുത പ്രതിഭാസം. എന്നാൽ ശില്പി DVG സുരേഷ് പ്രതിമ സന്ദർശിച്ചപ്പോൾ ഇത് പ്രളയ സമയത്ത് കയറിയ വെള്ളം അതോ തരത്തിൽ പുറത്തേക്ക് ഒഴുകിയതാണെന്നാണ് വ്യക്തമാക്കുന്നത്. 2016 മാർച്ച് 6-നാണ് കലാഭവൻ മണി മരിക്കുന്നത്. ഒഴിവുകാല വസതിയായ പാണ്ടിയിൽ അവശനിലയിൽ കണ്ടെത്തിയ മണി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. രോഗം മൂലമോ ആത്മഹത്യയോ എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുവരെ കേസ് തെളിയിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.